ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ കിട്ടില്ലം വീഡിയോയിലേക്ക് സ്വാഗതം. വേറെ എവിടെയുമല്ല, ഇത് നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു അൽഫാമിൻ്റെ ഒരു കഥയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അൽഫാമിൻ്റെ പ്രിപ്പറേഷനിൽ ഞാൻ ആദ്യം തന്നെ ചെയ്തത് മസാല കൂട്ടങ്ങാട് തയ്യാറാക്കി. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മസാല പൗഡേഴ്സ് എല്ലാം അങ്ങോട്ട് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി. അൽഫാം തയ്യാറാക്കാനായിട്ട് നമ്മൾ രണ്ട് മുഴുത്ത ചിക്കൻ തന്നെയാണ് വാങ്ങിച്ചേക്കണത്. 2 മുഴുത്ത ചിക്കനും കഴുകി ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അൽഫാം ഉണ്ടാക്കാനായിട്ട് അതിനുള്ള അരപ്പാണിത്. അപ്പൊ അന്ന് അരപ്പ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം, പാകങ്ങളൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇതെനിക്ക് അരപ്പായിട്ട് തോന്നുന്നില്ല. ഇത് അപ്പം അടിപൊളി കോംപ്ലിമെൻ്റ് ഒക്കെ എൻ്റെ അള്ളിയൻ്റെ വക എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ വീണ്ടും തളരാണ്ട് ഞാൻ ആ ഗ്രേവി വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, ഉപ്പിടാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ എന്തായാലും അളിയനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചത് നന്നായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ വേറൊന്നും നോക്കിയില്ല, കഴുകി വെച്ച ചിക്കനെല്ലാം എടുത്തിട്ട് ഞാൻ മസാല അങ്ങോട്ട് എടുത്ത് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങിയായിരുന്നു. ഇപ്പോൾ അൽഫാം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ ഒറ്റക്കല്ല കേട്ടോ, നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഉണ്ടാക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഒപ്പിച്ചിരിക്കും. കാരണം ഒന്നില്ലെങ്കിൽ കുക്കിംഗ് ആയിരിക്കും, ഒന്നില്ലെങ്കിൽ പുറത്ത് പോകൽ, എവിടെയെങ്കിലും കറങ്ങാൻ പോകൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസൊക്കെ കളിക്കും. സാധാരണ അതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ. അതായത് ഏറ്റവും ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് മുമ്പിൽ നിൽക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള കുട്ടിപ്പട്ടാളങ്ങൾ തന്നെയുണ്ട്. അവർക്കും ഇതൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ. കുക്കിംഗ് ആണെങ്കിലും എല്ലാത്തിനും ആ ഒരു മുൻപന്തിയിലാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി വേണമെന്നുള്ളൂ. അങ്ങനെ ചിക്കനിലേക്ക് മസാല അങ്ങോട്ട് പിടിപ്പിക്കാനായിട്ട് നമ്മളെല്ലാരും കൂടി ഒത്തുകൂടി അങ്ങോട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചങ്ങാട്. മസാല നിങ്ങൾ ഉദ്ദേശിക്കുന്ന മസാല അല്ലേ ഇത്? അൽഫാമിന് വേണ്ടി ഇറ്റാലിയൻ മസാല പ്രത്യേകം മേക്ക് ചെയ്ത മസാലയാണ് ഇത്. മന്തിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന വെറൈറ്റി മസാല കൂട്ടാണിത്. ഇതിന്റെയൊക്കെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ആ ചിക്കൻ അങ്ങോട്ട് മസാല അങ്ങോട്ട് പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പൊതിഞ്ഞാൽ മാത്രമേ ആ ചിക്കന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റും കിട്ടുള്ളൂ. ചിക്കൻ അങ്ങനെ മസാല കൊണ്ട് കുളിപ്പിക്കുന്ന സീൻ അങ്ങനെ എല്ലാവരും കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് എല്ലാവരും ഇനിഷ്യേറ്റ് എടുത്ത് ഇത് ചെയ്യണത് തന്നെ. എന്തിനാണ് സിനിമ ഫോർക്ക് വെച്ചത് കുത്തുന്നത് പറയൂ. മസാല ഉള്ളി പിടിക്കാൻ, മസാല ഉള്ളി പിടിക്കാനായിട്ടാണ് ഫോർക്ക് വെച്ച് നമ്മുടെ ഇടും. മസാല ഉള്ളിലേക്ക് പോകും. ചിക്കൻ തിന്നാ, ചിക്കൻ വേണ വേണ്ട. ഇവിടെ വന്ന് ഇതെന്താണ് മുന്ന? ഇതെന്താണിത്? എങ്ങനെയുണ്ട് മുന്ന? അടിപൊളി. എരിവുണ്ട? എരിയുണ്ട്. ഇതെന്താ ഉണ്ടാക്കാൻ പോണ? ഗ്രിൽ. അതെ വെക്കണം. എരിവുണ്ട? നിനക്കാണ് എന്റെ ജീപ്പൊക്കെ തന്നെ. എന്ത് ജീപ്പ്? ഞാൻ ബാംഗ്ലൂർ മസാല ഒക്കെ തേച്ച് കഴിഞ്ഞു അല്ലേ? നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കും.
ചിക്കൻ്റെ 1 മണിക്കൂറത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പം നേരെ കൊണ്ടുപോയി നമ്മൾ ടെറസിലേക്കാണ്. കാരണം ടെറസിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പുകളെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് ഇന്ന് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ചാർക്കോൾ മാത്രം ഉണ്ട്. ബാക്കി എല്ലാ സെറ്റപ്പും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹാഷ് ബൂഷ് ലെവലുള്ള ഗ്രില്ലൊന്നുമില്ല. ഇത് നമ്മൾ സാധാരണ 2-3 കല്ലൊക്കെ വെച്ചിട്ടുള്ള ഗ്രില്ലാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. സാധാരണ ചാർക്കോളൊക്കെ പെട്ടെന്ന് തന്നെ തീ പിടിക്കാറുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പറേഷനൊക്കെ പെട്ടെന്ന് തന്നെ കഴിയുമായിരുന്നു. പക്ഷെ എന്തോ ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തായിരുന്നു എല്ലാവരും. ചാർക്കോളിന് അങ്ങനെ തീ പിടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇത്തിരി നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലും പിന്നെ അതിന് ചാർക്കോളിന് തീ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കണലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഈസിയായി നമുക്ക് ഓരോ ചിക്കനും ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. തകൃതിയായി തന്നെ അൽഫാമിൻ്റെ പരിപാടി നന്നായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളാണെങ്കിൽ അവിടെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അളിയന്മാർ അവിടെ റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും മാറി മാറി നിന്നിട്ടാണ് കേട്ടോ പരിപാടി നടത്തുന്നത്. അല്ലെങ്കിൽ ഒരാൾ മാത്രമാണെങ്കിൽ നമുക്ക് ബോറടിക്കുകയും ചെയ്യും, നമ്മൾ തന്നെ തളർന്നും പോവുകയും ചെയ്യും. അങ്ങനെ അൽഫാമിൻ്റെ പരിപാടി നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽഫാമൊക്കെ ഏകദേശം ആകാറൊക്കെ ആയിട്ടോ. ഒരു സെക്ഷനൊക്കെ കഴിയാറായി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കഴിഞ്ഞൊക്കെ നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ നിങ്ങളാണെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ വെറുതെ ഇരിക്കാണ്ട് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കയറി പിടിച്ച് ചെയ്തിരിക്കണം എന്താണെങ്കിലും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു മെമ്മറി മനസ്സിലുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും അടുത്ത പ്രാവശ്യം ഫാമിലി ആയിട്ടൊക്കെ കൂടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഒരുമിച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നായിരുന്നു. പിന്നെ വേറൊന്നും നോക്കിയില്ല, അടുത്ത സ്റ്റെപ്പിലേക്ക് തന്നെ കടന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണ ഗ്രിൽ ചിക്കനും നമുക്ക് കഴിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. ഗ്രിൽ ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ പൊറോട്ട നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ട ഓൾറെഡി റെഡിയാണ്. അപ്പോൾ നമ്മൾ ഗ്രില്ലിൻ്റെ പ്രിപ്പറേഷൻ മാത്രം പെൻഡിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്ത എല്ലാ ചിക്കനും കൂട്ടി നമ്മൾക്ക് പൊറോട്ടയുമായിട്ടൊന്നൊരു പിടുത്തം പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രില്ലിൻ്റെ ഒരുവിധപ്പെട്ട പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി 2-3 ചിക്കൻ മാത്രമേ ഉള്ളൂ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള. ബാക്കി എല്ലാ ചിക്കനും നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിൽ നിൽക്കണതാണ്. ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രം മതി. അപ്പോൾ ഞാൻ അവസാനം വന്നൊരു ചിക്കനും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ എടുത്തിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് തട്ടുകയായിരുന്നു. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓരോരുത്തരും ചിക്കനും പൊറോട്ടയുമായിട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എത്തിയപ്പോൾ ഞാനും അങ്ങോട്ട് പോയായിരുന്നു. പിന്നെ അളിയനെ ബാക്കി ജോലികളെല്ലാം ഏൽപ്പിച്ചായിരുന്നു. പിന്നെ അളിയന്മാർ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്തത്. അപ്പോൾ അവസാനത്തെ ചിക്കനും കൂടി നമ്മൾ ഗ്രില്ലിലേക്ക് ഇട്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും കഴിച്ചുകൊണ്ടിരിക്കണേണ്ട. അപ്പോൾ ഞാനും അപ്പുറത്തേക്ക് എന്നിട്ട് നമ്മുടെ പ്ലേറ്റിലേക്കും ഓരോ പൊറോട്ടയും 2-3 ചിക്കനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. എന്നിട്ട് ഞാനും കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടാ. വിചാരിച്ചതിലും അപ്പുറം തന്നെയായിരുന്നു കേട്ടോ ചിക്കൻ്റെ ടേസ്റ്റ്. ചിക്കൻ നല്ല സ്പൈസി ആയിരുന്നു. സ്പൈസി ആയിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. എനിക്കും നമ്മുടെ പിള്ളേർക്കും ഫാമിലിക്കും എല്ലാവർക്കും നല്ല എരിവ് വേണം. അതുകൊണ്ട് തന്നെ നല്ല സ്പൈസി തന്നെ ഉണ്ടാക്കിയത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. പക്ഷെ ഞാൻ നന്നായിട്ട് തന്നെ ചിക്കനും പൊറോട്ടയൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ അവസാനം വന്ന 2 പീസാണിത്. അപ്പം നമ്മൾ എല്ലാവരും ഓൾറെഡി കഴിച്ച് കഴിഞ്ഞായിരുന്നു. ഇപ്പം നമ്മൾ ഇത് ഗ്രില്ല് ചെയ്തിട്ട് ഇനി നാളത്തേക്കും എല്ലാം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതും കൂടി ഒന്ന് ഗ്രില്ല് ചെയ്ത് ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തിക്കണേണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് എല്ലാം നമ്മൾ ചെയ്തത് തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയും ആയിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.